അതായത് 25-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്ത് വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവനങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പൊ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തോണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പൊ അന്ന് ആരും വന്നില്ല, ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്, നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന്. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. അവൻ സ്പോൺസർ ചെയ്തതാണ്. സാധാരണ ഒരെണ്ണം അവൻ തനിയെ സ്പോൺസർ ചെയ്യാറില്ല. ഉണ്ണികൃഷ്ണൻ പോയിട്ട് എന്റെ സ്വന്തം സഹോദരനാണ്. അവൻ ഒന്നും തനിയെ സ്പോൺസർ ചെയ്യാറില്ല. അവിടെ ഉള്ളവര് എന്തെങ്കിലും വെച്ച് അവരുടെ ജീവിതത്തിൽ സമ്പാദ്യത്തിൽ വന്നാൽ അവര് ശബരിമല വിശ്വാസികളാണ്, അത് ഇവൻ വഴിയേ ചെയ്യൂ. ഇത് ഇന്നലെയോ അല്ലല്ലോ ശബരിമലയിൽ പോകുന്നതും ഓരോന്നും ചെയ്യുന്നതും. ശബരിമലയിൽ കൊണ്ടു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ എന്ന് പണ്ട് 19 ഇവരാണ് ചെയ്തത്. ഒരെണ്ണം പിന്നീട് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് അന്ന് പറഞ്ഞത്. പിന്നീട് വന്ന് ആ കൊണ്ടുവന്നത് മാച്ചാവാത്തപ്പോ അത് തന്നെ വലുതാക്കിയതാണോ ഇനി വേറൊന്ന് കൊണ്ട് കൊടുത്തോ എന്നുള്ളത് ഒരു വ്യക്തത വരുന്നില്ല കേട്ടോ. അത് പീഠമാണെന്നുള്ള ഒരു ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ.